സൗദിയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയ പൊന്നാനി BM സ്വദേശി അബ്ദുൽ അസീസിന്റെ തിരോധാനത്തിൽ ദുരൂഹതകൾ തുടരുന്നു. സൗദിയിൽ നിന്നും പ്രവാസം അവസാനിപ്പിച്ച് അസീസ് നാട്ടിലേക്ക് മടങ്ങിയ വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അസീസ് നാട്ടിലെത്തിയതായി യാതൊരു വിവരവും ഇല്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിനിടെ അസീസ് നാട്ടിലേക്ക് മടങ്ങിയതിന്റെ കൂടുതൽ വിശദാംശങ്ങളും രേഖകളും സാമൂഹിക പ്രവർത്തകൻ നാസ് ഫക്കത്തിന്റെ അന്വേഷണത്തിൽ പുറത്തുവന്നു. ദിവസങ്ങളായി സൗദിയിലെ മലയാളി പ്രവാസികൾക്കിടയിൽ സജീവ ചർച്ചയായി തുടരുന്ന വിഷയമാണ് പൊന്നാനി BM സ്വദേശി അബ്ദുൽ അസീസിന്റെ തിരോധാനം. 4 വർഷം മുമ്പ് സൗദിയിലെത്തിയ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് കുടുംബവും സുഹൃത്തുക്കളും പറയുന്നത്. എന്നാൽ പ്രവാസം മതിയാക്കി അസീസ് നാട്ടിലേക്ക് തിരിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് സൗദി പാസ്പോർട്ട് വിഭാഗത്തിന്റെ ഔദ്യോഗിക രേഖകൾ. 2016 ജനുവരി 29 എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ്, ഇതാണ് എമിറേറ്റ്സിന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിൽ ഇവിടെ നിന്ന് ഇയാൾ പോയി കഴിഞ്ഞു. 2016 മാർച്ച് 3 ഇയാളെ പാസ്പോർട്ട് എക്സ്പയറും ആവുന്നുണ്ട്. 2/2/2016 ഇദ്ദേഹം പുതിയ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പുതിയ പാസ്പോർട്ടിൽ പുതിയ വിസ സംഘടിപ്പിച്ചാണ് അസീസ് വീണ്ടും സൗദിയിലെത്തിയത്. അതായത് ആഗസ്റ്റ് 8 2016 ബഹ്റൈൻ കോസ്വേ, കിങ് ഫഹദ് കോസ്വേ വഴി ഇദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മഹാറ കമ്പനി ഹെഡ് ഓഫീസ് റിയാദിലാണ്. അപ്പോൾ ഈ ദമാം എയർപോർട്ടിൽ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇയാൾ പോയിട്ടൊന്നുമില്ല. ഇയാളെ അറിയേണ്ട രേഖകളൊന്നും കിട്ടിയില്ല എനിക്ക്. ഞാൻ റിയാദുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇയാൾ ഗൾഫ് എയറിന്റെ ഫ്ലൈറ്റിൽ ഇദ്ദേഹം റിയാദ് കിങ് ഖാലിദ് എയർപോർട്ടിൽ നിന്ന് ഇയാൾ പോയിരിക്കുകയാണ്. അന്ന് ബഹ്റൈൻ വഴി നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് കരുതുന്നത്. എന്നാൽ നാട്ടിലെവിടെയാണ് ഇറങ്ങിയതെന്നോ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നോ ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 100% ഗ്യാരണ്ടി ആയിട്ട് ഈ സഹോദരൻ സൗദി അറേബ്യയിൽ നിന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാര്യം വേറൊരു ഫോർജറി പാസ്പോർട്ട് ഇദ്ദേഹത്തിന് വരാൻ പറ്റില്ല. കാര്യം ഇദ്ദേഹത്തിന്റെ ഫിംഗർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ 2026 എക്സ്പയർ ആവുന്ന ആ പാസ്പോർട്ട് നമ്പർ പ്രകാരം കൃത്യമായി കിട്ടും. ഇതോടെ അസീസിനായുള്ള അന്വേഷണത്തിന് നാട്ടിലെ പോലീസിനെയും ഭരണകൂടത്തെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ വൺ, ദമാം.